ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, സ്കൂളും കോളേജും ഒക്കെ തുറന്നതുകൊണ്ട് കുട്ടികളുടെ പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് വചനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മക്കൾ പഠിക്കാനായിട്ട്, ദൈവജ്ഞാനത്താൽ നിറയാനായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുക. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 7 വേഴ്സ് 7. വചന പ്രകാരമാണ്: ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. വചനം പറയാണ്, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നീ നിന്റെ പഠന മേഖലയ്ക്ക് വേണ്ടി, ഭാവി ജീവിതത്തിന് വേണ്ടി, ജീവിത വഴികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയിട്ട് ആ പ്രാർത്ഥന മൂലം നിന്റെ ജീവിത മേഖലകളെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്ന വചനം പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, എനിക്ക് വിവേകം കിട്ടി, നന്മ തിന്മകളെ വേർതിരിച്ചാനുള്ള കഴിവ് കിട്ടി, പഠിക്കാനുള്ള ബുദ്ധിശക്തി എനിക്ക് കിട്ടി, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിച്ചു. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം അടുത്ത വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു സ്നേഹമുള്ളവരെ, നമ്മുടെ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പഠന ജീവിതവും ജീവിത വഴികളും ഉത്കണ്ഠകളും ആകുലതകളും ഭയപ്പാടുകളും എല്ലാം ദൈവം എടുത്തു മാറ്റുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുക. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. ജ്ഞാന ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ഞാൻ നിറഞ്ഞു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വഴികളെ, ബുദ്ധിശക്തികളിലേക്ക് നിന്റെ കൃപയൊഴുക്കണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വചനത്തിൻ്റെ ശക്തിയാൽ പഠിക്കുന്ന ഓരോ മക്കളെയും, അവരുടെ ജീവിത വഴികളെയും ഭാവി ജീവിതങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.